എല്ലാവർക്കും നമസ്കാരം. സുഖമായിരിക്കുന്നു കരുതുന്നു. ഞാൻ ദിനേശ് മുഗത്, എന്റർപ്രണർ ആണ്. UAE നിന്നുള്ള എന്റർപ്രണർ ആണ്, ഓത്തർ ആണ്, അതുപോലെ തന്നെ ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്, ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനർ ആണ്, ബിസിനസ് കോച്ചാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ്സിനെ എങ്ങനെ അത്ഭുതകരമായി ഗ്രോത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത്ഭുതകരമായി ബിസിനസ്സിനെ എങ്ങനെ വളർത്താം എന്നതിനെ പറ്റിയിട്ടാണ് അല്ലെ. കഴിഞ്ഞ 5ഓളം വീഡിയോകൾ നിങ്ങൾ അതിൽ ആ ഒരു സീരീസ് കണ്ടിട്ടുണ്ടാവും. പിന്നെ സമ്പത്തിന്റെയും ബിസിനസിനെ പറ്റിയൊക്കെ ഈ ചാനലിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ചാനലിൽ ബിസിനസിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷെ ബിസിനസ് വളർത്താൻ നമുക്ക് വേണ്ട മാനസികമായ മാറ്റത്തെ പറ്റിയിട്ടാണ്, മാനസികമായ തയ്യാറെടുപ്പുകളെയാണ്, മാനസികമായ ഒരുക്കത്തെ പറ്റിയിട്ടാണ് എപ്പോഴും പറയാറുള്ളത്. കാരണം മെന്റൽ സ്റ്റേറ്റ് ആണ് ഇതിന്റെ നമ്മുടെയൊക്കെ ബിസിനസിന്റെ അടിസ്ഥാനം, വിജയത്തിന്റെ അടിസ്ഥാനം എന്നറിയുക. ബാക്കിയെല്ലാം നമ്മൾ പെരിഫറലായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ മെന്റലായിട്ട് നമ്മൾ അതിന് ഉയർന്നില്ലെങ്കിൽ മറ്റൊരു പ്രവർത്തനത്തിനും ഗുണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് മെന്റൽ ട്യൂണിംഗ് ആണ്, മൈൻഡ് ട്യൂണിങ്ങിനെ പറ്റിയിട്ടാണ്. മൈൻഡ് ട്യൂണിങ്ങിലൂടെ ആണ് നമുക്ക് എല്ലാം മുന്നോട്ട് പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് ഫോക്കസ്, ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്, ഇതെല്ലാം ലോ ഓഫ് വൈബ്രേഷൻ, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ബിസിനസിൻ്റെതായ ഒരു പോളിസി ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, ഒരു എന്താ പറയുക, ബിസിനസിന് അതിൻ്റെതായ ഒരു ജീവനുണ്ട്. ആ ജീവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത് ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ, ഒരു എന്റർപ്രണർ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട അഫ്രിമേഷൻസിനെ പറ്റിയിട്ടാണ്. ഡെയിലി ഒരു 10 അഫ്രിമേഷൻസ് എന്ന് ഞാൻ തരാം. ഇതിനകത്ത് ഈ 10 അഫ്രിമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അയാളുടെ മൈൻഡ് സെറ്റിൽ ഹാവ് മച്ച് ചേഞ്ചസ് എന്നുള്ളതാണ്. ആ അഫ്രിമേഷൻസ് നമുക്ക് ജീവിതത്തെ വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ പലപ്പോഴും വളരെ കൃത്യമായ ആഴത്തിലുള്ള ചിലതും പക്ഷെ ലളിതവുമായ ചില കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത്. അങ്ങനെ തന്നെ സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക്. അതുപോലെ പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, നല്ല നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ ദിവസവും ഞാനൊരു പോഡ്കാസ്റ്റ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ പുസ്തകമുണ്ട്, മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിസിനസ് കോഴ്സുകളൊക്കെ നമ്മൾ ഓൺലൈനും ഓഫ്ലൈനുമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ കിട്ടാം. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്ത് കമ്മ്യൂണിറ്റിയാണ്, അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ നമ്പറൊക്കെ സുരക്ഷിതമായിരിക്കും. ആരും നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അത്രയും സെക്യൂർഡ് ആയിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്നുള്ളത്. അപ്പോ നമ്മൾ ഇന്ന് പിന്നെ പ്രധാനമായും പറയാനുള്ള കാരണം വെച്ചാൽ നമുക്ക് മറ്റ് 2 ചാനലുകൾ കൂടി ഉണ്ട് ഇതുപോലെ സംസാരിക്കുന്നത്. ഒന്ന് ഹാപ്പിനെസിനെ പറ്റി സംസാരിക്കുന്ന, മൈൻഡ് ട്യൂണിങ്ങിനെ പറ്റി സംസാരിക്കുന്ന ദിനേശ് മുങ്ങത്ത് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അത് എൻ്റെ പേഴ്സണൽ, അതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. അതുപോലെ തന്നെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ്, സോറി, നമ്മുടെ HR മാസ്റ്ററി ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാനൽ. അത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അത് HR റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത്. അതിന്റെ മിസ്സസ് ആണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത്, കാരണം ജോലി സംബന്ധമായി ജോലിയുടെ കാര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ CV അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. ഒരു ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഒരു ഇന്റർവ്യൂ എങ്ങനെ കണ്ടക്ട് ചെയ്യും എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് അതിൽ കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് പോകണം. എക്സലൊക്കെ നമ്മൾ ഓഫീസും എക്സലൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളും ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന്റെ തിരക്കിലൊക്കെ ഉള്ള സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്ന് ഓർക്കുക. ഇപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് 3 മണിക്ക് ഇരുന്നിട്ടാണ് ഇപ്പൊ ഈ റെക്കോർഡ് ചെയ്യുന്നത്. സമയം അങ്ങനെയാണ്. നമ്മുടെ 7 മണിയാകുമ്പോൾ ഓഫീസിൽ ഇറങ്ങണം. എന്നിട്ട് വൈകിട്ട് 6-7 മണി വരെ ഓഫീസിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സമയത്താണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾക്ക് ഇത് ഗുണകരമായി മാറുന്നു എങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ചാനൽ നമുക്ക് നന്നായിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചാനൽ മോണിറ്റൈസേഷൻ ഒക്കെ ആക്കാൻ പറ്റും. അപ്പൊ അതുപോലെ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പരസ്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ താഴെ നമുക്ക് ബിസിനസിന്റെ ഭാഗങ്ങളാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴുള്ള ആഗ്രഹം. നോക്കാം എങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും മഹത്തമായ സ്വാഗതം. ഇന്ന് വളരെ ലളിതമായ ജീവിതത്തിലേക്ക് എങ്ങനെ ബിസിനസ്സിലേക്കും ജീവിതത്തിലേക്കും സമൃദ്ധിയെ ആകർഷിക്കാം എന്നതിനെ കുറിച്ച് ഒരു വിജയത്തിനായി തയ്യാറെടുക്കുന്ന ഒരാളുടെ, ഒരു സംരംഭകന്റെ ഓരോ ദിവസവും നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അവസരങ്ങളെയും നിരവധികളായിരിക്കും എന്നുള്ളതാണ്. ആ യാത്രയിൽ നിങ്ങളുടെ മനസ്സിന് ശക്തി, അല്ലെങ്കിൽ മനസ്സിനുണ്ടായിരിക്കേണ്ട ശക്തി വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതായത് പോസിറ്റീവായിരിക്കാൻ സാധിക്കുക
എനർജൈസ് ആയിട്ടിരിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. അപ്പൊ ആ പോസിറ്റീവ് മനോഭാവവും ശക്തമായ വിശ്വാസവും നിങ്ങളുടെ ബിസിനസ് വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനായി നമ്മൾ ചെയ്യേണ്ട ഒരു 10 മോർണിംഗ് അഫർമേഷൻസ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ടോട്ടലി അഫർമേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ പുസ്തകം നിങ്ങൾക്ക് ആമസോണിലും അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനെ വിളിച്ചാലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കോപ്പി ഉണ്ട്. കോപ്പി ഞാൻ പിന്നെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ലിങ്ക് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ്. അതിന് കരിയറിനെ ബേസ് ചെയ്തിട്ടും ബിസിനസ് ബേസ് ചെയ്തിട്ടൊക്കെയുള്ള അഫർമേഷൻസ് ഒക്കെ ഒരുപാട് അഫർമേഷൻ 108 അഫർമേഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മൈൻഡ് മാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വളർച്ചയിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കാരണം പോസിറ്റീവായ മനോഭാവവും ശക്തമായ ബിസിനസ് വിശ്വാസവുമാണ് നമ്മുടെ ബിസിനസ് വളർച്ചയ്ക്ക് അത്യാവശ്യമായ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 10 അഫർമേഷനിലേക്ക് ഞാൻ പോകാം. കൂടുതൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് ഈ അഫർമേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങളുടെ ബിസിനസ്സിന് അത്ഭുതകരമായ വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റിനെ വല്ലാണ്ട് മാറ്റും. നിങ്ങളുടെ ഊർജ്ജസ്വലമാക്കാനും സമൃദ്ധി നിങ്ങളിൽ ഉണ്ടാവാനും ഒക്കെ നിങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് പറയാൻ. അപ്പോ ഒരു നമ്മുടെ മനസ്സിന്റെ വിജയത്തിനായി തയ്യാറെടുക്കാനായിട്ട് എല്ലാ ദിവസവും രാവിലെ ഈ സ്ഥിരീകരണങ്ങൾ പറയാൻ ശ്രമിക്കുക, എഴുതാൻ ശ്രമിക്കുക, കണ്ണാടിയുടെ മുമ്പിൽ നോക്കി പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സ്വസ്ഥമായ ഒരിടത്തിരുന്ന് മനസ്സിൽ ആവർത്തിച്ചത് പറയുക. ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ അഫർമേഷൻ എങ്ങനെയാണ്? ഒന്നാമത്തെ അഫർമേഷൻ എഴുതി വെച്ചോളൂ. ഞാൻ കഴിയുമെങ്കിൽ താഴെ സ്ക്രീനിൽ തന്നെ എഴുതി വെക്കാം, നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞാൻ സമൃദ്ധിയിലേക്ക് തുറന്ന മനസ്സുള്ളവനാണ്. എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ സമൃദ്ധിയിലേക്ക് തുറന്ന മനസ്സുള്ളവനാണ്. എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായി ഒന്ന് ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ ഇത് നമ്മുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു അബൻഡൻസിന്റെ ആ മൈൻഡ് സെറ്റിനെ അവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. ഞാൻ സമൃദ്ധിയിലേക്ക് തുറന്ന മനസ്സുള്ളവരാണ്. എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടാമത്തെ, എന്റെ ബിസിനസ് എല്ലാ ദിവസവും അഭിവൃദ്ധിപ്പെടുന്നു. എന്റെ ബിസിനസ് എല്ലാ ദിവസവും അഭിവൃദ്ധിപ്പെടുന്നു. വിജയം എന്നിലേക്ക് സ്വാഭാവികമായി ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. എന്റെ ബിസിനസ് എല്ലാ ദിവസവും അഭിവൃദ്ധിപ്പെടുന്നു. വിജയം എന്നിലേക്ക് സ്വാഭാവികമായി ഒഴുകി എത്തുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ അഫർമേഷൻ, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ്. എന്റെ ലക്ഷ്യങ്ങൾ ഞാൻ എളുപ്പത്തിൽ നേടുന്നു. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ്. എന്റെ ലക്ഷ്യങ്ങൾ ഞാൻ എളുപ്പത്തിൽ നേടുന്നു എന്നതാണ്. നാലാമത്തെ അഫർമേഷൻ, എന്റെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലോകത്തിന് മൂല്യം നൽകുന്നു. അവ ധാരാളം ആളുകൾക്ക് പ്രയോജനകരമാണ്. എന്റെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലോകത്തിന് മൂല്യം നൽകുന്നു. അവ ധാരാളം ആളുകൾക്ക് പ്രയോജനകരമാണ് എന്ന് പറയും. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ബിസിനസിന്റെ പർപ്പസിനെ കണക്ട് ചെയ്യും. മറ്റുള്ളവരോട് സെർവ് ചെയ്യുന്നതിന് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കും. അട്രാക്ട് മോർ ക്ലയന്റ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും ഈ അഫർമേഷൻ. ഇനി അഞ്ചാമത്തെ അഫർമേഷൻ, പണവും അവസരങ്ങളും എന്റെ ജീവിതത്തിലേക്ക് എല്ലാ വഴികളിലൂടെയും പ്രവഹിക്കുന്നു എന്നുള്ളതാണ്. പണവും അവസരങ്ങളും എന്റെ ജീവിതത്തിലേക്ക് എല്ലാ വഴികളിലൂടെയും പ്രവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതും അതുപോലെ തന്നെ നമുക്ക് വിൽ ഓപ്പൺ ലോട്ട് ഓഫ് ഫൈനാൻഷ്യൽ ഡിഫറെന്റ് സോഴ്സസ് ഓപ്പൺ ആയി കിട്ടാനുള്ള പണം എവിടെ നിന്നൊക്കെ വരുന്നു മുൻവിധികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ വ്യത്യസ്തമായ ഇത് ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വഴി ഉപയോഗിക്കാം. പണവും അവസരവും എന്റെ ജീവിതത്തിൽ എല്ലാ വഴികളിലൂടെയും പ്രവഹിക്കുന്നു എന്നുള്ളതാണ്. ആറാമത്തെ അഫർമേഷൻ, എനിക്ക് വെല്ലുവിളികൾ നേരിടാനും അവയെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റാനും കഴിയുന്നു എന്നുള്ളതാണ്. എനിക്ക് വെല്ലുവിളികളെ നേരിടാനും അവയെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റാനും കഴിയുന്നു എന്നുള്ളതാണ്. എനിക്ക് വെല്ലുവിളികൾ നേരിടാനും അവയെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റാനും കഴിയുന്നു എന്ന് എഴുതുക. അപ്പൊ ഒരു പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് അവസരങ്ങളാക്കി മാറ്റാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിലുണ്ടാവും. ഏഴാമത്തെന്ന് വെച്ചാൽ എന്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ എന്റെ കസ്റ്റമേഴ്സ് എന്നെ സ്നേഹിക്കുകയും എന്റെ സേവനങ്ങളിൽ സംതൃപ്തരാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
എന്റെ കസ്റ്റമേഴ്സ് എന്നെ സ്നേഹിക്കുകയും എന്റെ സേവനങ്ങളിൽ സംതൃപ്തരാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ അല്ലേ ഫോക്കസിങ് നമ്മുടെ കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവര് സാറ്റിസ്ഫാക്ഷൻ ആണ് ശരിക്കും ബിസിനസിന് വിജയം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ എന്റെ ഉപഭോക്താക്കൾ എന്നെ സ്നേഹിക്കുകയും എന്റെ സേവനങ്ങൾ സംതൃപ്തിയാകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി അതിലേക്ക് എത്തുന്നതല്ല. ഇനി എട്ടാമത്തേന്ന് വെച്ചാൽ എന്റെ സമയം, ഊർജം, കഴിവുകൾ ഇവ ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ള. എന്റെ സമയവും ഊർജവും കഴിവുകൾ എന്നിവ ബുദ്ധിപൂർവം നിക്ഷേപിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ള. അപ്പൊ നമ്മൾ ടൈമിനൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാവും. ഇത് എല്ലാം നിങ്ങൾ ഒരേ ദിവസം ചെയ്യണമെന്നൊന്നും ചോദിക്കരുത്. നിങ്ങൾക്ക് 1, 2, 3 ഒക്കെ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ഇത് ഞാൻ 10 ഒന്നിച്ച് പറയാനേ ഉള്ളൂ. എല്ലാം ഒന്നും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയ എടുത്ത് എഴുതി വെച്ചോളൂ. വീണ്ടും കാരണം ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഇതേ ചാനലിൽ തന്നെ ഒരു മെഡിറ്റേഷൻ തരാം. ഈ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അഫ്രിമേഷൻ ഉള്ള മെഡിറ്റേഷൻ തരാം. ഇന്നിപ്പോ അതിന് സാധ്യതയില്ല. ദിവസം തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊക്കെ നിങ്ങൾ പറയുക. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെയും എന്റെ ബിസിനസിനെയും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ വിജയിക്കാൻ വേണ്ടിയുള്ളവനാണ്. ഞാൻ എന്നെയും എന്റെ ബിസിനസിനെയും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയുള്ളവരാണ്. ബിസിനസ് ആകുമ്പോൾ ഞങ്ങളായി അല്ലെ, ഒറ്റക്കല്ലല്ലോ. ഞാൻ എന്നെയും എന്റെ ബിസിനസിനെയും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയുള്ളവരാണ്. ഇത് നമ്മുടെ സെൽഫ് ഡൗട്ടിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു അഫർമേഷൻ ആണ് എന്നറിയാം. അടുത്തത് വളരെ പ്രധാനമുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. ഇത് എന്റെ ബിസിനസിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഞാൻ പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. ഇതിനാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഈ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഉയരുകയും ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ സ്ഥിരീകരണങ്ങൾ വെറും വാക്കുകളായിട്ടൊന്നും അല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വാക്കുകളായിട്ട് നിങ്ങൾ ഉച്ചരിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. മറിച്ച് നിങ്ങളുടെ മനസ്സിനെ വിജയത്തിനായി പുനർനിർമ്മിക്കാനുള്ള ശക്തമായ ഉപകരണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ ആസ്തിയാണ് എന്നറിയുക. അതിനേക്കാളും വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ആ ബിസിനസ് ചെയ്യാനില്ല. അപ്പൊ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ബിസിനസിനെ അസാധാരണമായി വളർച്ച നേടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇന്നു മുതൽ ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുക. ഒരുപക്ഷെ ചെറിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. വലിയ മാറ്റങ്ങളൊന്നും പെട്ടെന്ന് നടക്കില്ല. ആദ്യം നിങ്ങൾ കാണുന്നത് എന്നാൽ സ്ഥിരമായി തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമായിരിക്കും കാണുന്നത്. പക്ഷെ സ്ഥിരമായി ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക്, ഒരു കമന്റ്, ഒരു സുഹൃത്തിനൊരു ഫോർവേഡ്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഒന്ന് ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഇത് മറ്റ് സംരംഭകരും മറ്റുള്ള ബിസിനസ്സുകാരും നിങ്ങളുടെ പാർട്ട്നേഴ്സ് മറ്റുമായിട്ട് പങ്കുവെക്കാൻ മറക്കരുത്. അവരോടൊന്ന് ട്രൈ ചെയ്തോ നോക്കാൻ പറയുക. വിജയിക്ക് ഗുണം ചെയ്യുമെന്ന് 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും ഈ സ്ഥിരീകരണത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതെ ഇരിക്കുക എന്ന് പറയും. വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ് today. We'll see you next day in another video. Thank you very much. Have a wonderful day.